ഇസ്ലാമിൽ അങ്ങനെ നിർബന്ധിച്ച മതപരിവർത്തനം ഒന്നുമില്ല. പള്ളി പോയി പറഞ്ഞാൽ മതി എന്നേ നമുക്ക് പറയാനുള്ളൂ. ഡയറക്റ്റ് ക്വസ്റ്റിനാ. നോൺ മുസ്ലിംസ്, അമുസ്ലിങ്ങള് അവരെ നിർബന്ധിച്ച് മതം മാറ്റണോ അല്ലെങ്കിൽ അവർ കൊല്ലപ്പെടണോ? സംഘപരിവാറിന്റെ ഓഫർ സ്വീകരിച്ചവനാണെന്ന് സ്വന്തം കൂട്ടാളികൾ തന്നെ പറഞ്ഞിട്ടുള്ള, അതേപോലെ തന്നെ RSSന്റെ എല്ലാ പോക്രിത്തരവും എല്ലാ പരിപാടികളും എന്തിനേറെ പറയുന്നു, ഗാന്ധി വധം പോലും വെളുപ്പിച്ചു കൊടുക്കപ്പെടുന്ന നാസ്തിക മോർച്ച സംഘടന എസൻസ് ഗ്ലോബലിൽ നിന്ന് ബെസ്റ്റ് സംഘി അടിമ ഓഫ് ദി ഇയർ അവാർഡ് നേടിയിട്ടുള്ള ആരിഫ് ഹുസൈന്റെ ഒരു റീലാണ് നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നേരെ ആളുടെ വീഡിയോ കാണാം. വിശ്വാസികൾ പറയാൻ സാധ്യതയുള്ള കാര്യമാണ്, ഇസ്ലാമിൽ അങ്ങനെ നിർബന്ധിച്ച മതപരിവർത്തനം ഒന്നുമില്ല, അതിന് പ്രത്യേകിച്ച് ഒന്നുമില്ല എന്ന്. ആരിഫ് ഹുസൈന് മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ട്. മുസ്ലിങ്ങൾ പറയാൻ സാധ്യതയുണ്ട് ഇത്രേ, ഇസ്ലാമിൽ നിർബന്ധിത മതപരിവർത്തനം ഇല്ല എന്ന് മുസ്ലിങ്ങൾ പറയാൻ സാധ്യതയുണ്ട് ഇത്രേ. ശരിയാണ്, പറയും. കാരണം അത് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ട കാര്യമാണ്. അള്ളാഹു ഖുർആനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ലാ ഇക്റാഹ ഫിദ്ദീൻ, ഒരു നിർബന്ധതയുമില്ല. നിർബന്ധിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് ഒരാളെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അതിലൊരു സംശയമല്ല. അതോടെ ആരിഫ്, നിന്റെ ഒരു മുൻകൂർ ജാമ്യം ഉണ്ടല്ലോ, അത് നീ ഇങ്ങനെ എടുത്തിട്ട് അത് നീ ഇങ്ങനെ മാറ്റി വെച്ചേക്ക്. ആ പരിപ്പ് അതിവിടെ വേവൂല. എനിക്ക് തോന്നുന്നത് ഇസ്ലാമില് നിർബന്ധിത മതപരിവർത്തനം ഉണ്ട്, ഇസ്ലാമിൽ മുസ്ലിങ്ങൾ നിർബന്ധിച്ച് അമുസ്ലിങ്ങളെ മതം മാറ്റുന്നുണ്ട് എന്നുള്ള RSSന്റെ ഒക്കെ സംഘപരിവാറിന്റെ ഒക്കെ ഒരു പ്രചാരണം ഉണ്ടല്ലോ, ആ പ്രചാരണം വെളുപ്പിക്കാനുള്ള വല്ല പരിപാടിയാണോ എന്ന സംശയമുണ്ട്. നമുക്ക് ബാക്കി കേൾക്കാം. ഒരു ചോദ്യമാണ്, ക്യാൻ യു ടെൽ മീ അബൌട്ട് ദ റിവാർഡ്സ് ഫോർ കൺവേർട്ടിംഗ് എ ക്രിസ്ത്യൻ വുമൺ ഇൻടു എ മുസ്ലിം ബൈ മാരേജ്? ഓ, അത് ശരി. അപ്പൊ ലവ് ജിഹാദിലേക്കാണ് ഇങ്ങനെ കൊണ്ടുപോകുന്നത്. ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ മതം മാറ്റുന്നതിനായി പ്രവർത്തിക്കുന്നത് നിരവധി ജിഹാദി സംഘടനകൾ മതം മാറ്റുന്നതിനായി ആളുകളെ പ്രത്യേകം തെരഞ്ഞെടുക്കുന്നു. ഓക്കെ, ബാക്കി കേൾക്കട്ടെ. ഇസ്ലാം ക്യൂ എന്ന് പറയുന്ന ഫത്വ വെബ്സൈറ്റ് ആണ്, ഹനഫികളുടെ ആണ്. ഇതിനകത്ത് നിക്ക് islamqa.org, അത് ഫത്വ കൊടുക്കുന്ന വെബ്സൈറ്റ് അല്ല, ഫത്വകൾ കളക്ട് ചെയ്യുന്ന വെബ്സൈറ്റ് ആണ്. അതായത് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ള ഫത്വകൾ കളക്ട് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് മാത്രമാണ് islamqa.org എന്നുള്ളത്. പിന്നെ വേറൊരു കാര്യം, ഇത് ഹനഫി മദ്ഹബ് മാത്രമല്ല കേട്ടോ, എല്ലാ മദ്ഹബിനും 4 മദ്ഹബിന്റെയും ഫത്വകൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ആരിഫെ, മനസ്സിലായി. ഈ സ്റ്റേജിൽ കയറിയിട്ട് ഹനഫികളുടെ എന്നൊക്കെ പറയുമ്പോൾ, അല്ല ഹനഫി എന്നൊക്കെ പറയുമ്പോഴേ 2 സംഖ്യകൾ കേൾക്കുന്നുണ്ടാവില്ല അപ്പുറത്ത്. അപ്പൊ 2 പേര് പരസ്പരം സംസാരിക്കുന്നുണ്ടാവും. കേട്ടോ ഗോപാൽജി, ആരിഫ് ഒരു പണ്ഡിതൻ തന്നെ. അപ്പോ ആരിഫിന് ചെയ്യാൻ പരിപാടി എന്ന് പറയുകയാണെങ്കിൽ, ഇസ്ലാമില് നിർബന്ധിത മതപരിവർത്തനം നിർബന്ധിച്ചുകൊണ്ട് ഒരാൾ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഫോഴ്സ്ഡ് കൺവേർഷൻ ഇസ്ലാമിൽ അലൗഡ് ആണെന്നാണ് ഇനി ആരിഫ് തെളിയിക്കാൻ പോകുന്നത്. നമുക്കത് കേൾക്കാട്ടോ. കറക്റ്റ് ഓർത്ത് വെച്ചോ, നിർബന്ധിത മതപരിവർത്തനം. ഓക്കെ, ബാക്കി കേൾക്കാം. ഉത്തരം കൊടുത്തിരിക്കുന്നത് ഇതാ, നിങ്ങൾക്ക് അവിടെ വായിക്കാം. There is a great reward in converting a non-Muslim to Islam by virtue of marriage. എന്താണ് റിവാർഡ്? അതിവിടെ പറയുന്നുണ്ട്. Rasulullah said, if one person is guided through you, it is better than red camels. ചുമന്ന ഒട്ടകങ്ങളെക്കാൾ അത്രയും പ്രഷ്യസ് ആണ് ഒരു വ്യക്തിയെ മതം മാറ്റി ഇസ്ലാമിൽ. എന്നിട്ടാണ് ഇവർ പറയുന്നത് ഇസ്ലാമിൽ അതിന് പ്രത്യേകിച്ച് സ്ഥാനമൊന്നുമില്ലെന്ന്. അത് പള്ളി പോയി പറഞ്ഞാൽ മതി എന്നേ നമുക്ക് പറയാനുള്ളൂ. എന്താരിഫെ 2 പേര് മാത്രം വായിച്ച് മുങ്ങാണോ? അല്ല, സമയം ലേറ്റ് ആയോ? എന്തെങ്കിലും തിരക്കുണ്ടോ? ഓക്കെ, വയ്യേ. ഓ, ഷാഗേന്ന് കോൾ വന്നു അല്ലേ? അത് ശരി, കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല. ഷാഗേന്ന് വിളിച്ചപ്പോൾ പോകണം, അതാണ് നിന്റെ പണി. ഓക്കെ, പ്രശ്നമില്ല. പിന്നെ നീ എന്തായാലും ഷാഗയിൽ പോകുന്നുണ്ടല്ലോ. അപ്പോ ഷാഗയിൽ പോകുന്ന വഴിക്ക് ഇതുകൂടി പറഞ്ഞേക്കട്ടോ, ഇസ്ലാമില് നിർബന്ധിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് ആളുകൾ കൊണ്ടുവരാൻ പറ്റും എന്നുള്ള നിയമം ഉണ്ട് എന്നുള്ളത് നീ ഷാഗയിൽ പോയി പറഞ്ഞാൽ മതി. ഇവിടെ പറയേണ്ട, ഓടൂല. ഇവിടെ പറഞ്ഞാൽ ഓടില്ല. വേഗം പോയിക്കോ, വേഗം വിട്ടോ. നമുക്ക് ഈ ആരിഫ് കൊണ്ടുവന്നിട്ടുള്ള islamqa.org എന്ന വെബ്സൈറ്റിന്റെ അകത്തുള്ള ഫത്വ, നമുക്ക് ആ ഫത്വ ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് നമുക്ക് നോക്കാം എന്തൊക്കെയാന്നുള്ളത്. ഒന്നാമത്തെ പോയിന്റ്, ഇറ്റ് ടോക്സ് അബൌട്ട് ദി റിവാർഡ്. അത് റിവാർഡിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതായത് നേരത്തെ ആരിഫ് ചുവന്ന മസ്ലിം കാണിച്ചെന്നില്ലേ, ഒരു അതന്നെ, ചുവന്നൊട്ടകങ്ങളെക്കാൾ പ്രതിഫലമാണ് എന്ത്, നമ്മൾ കാരണം ഒരാൾ ഇസ്ലാമിലേക്ക് വരുന്നത്. നമ്മൾ ഈ ഹദീസിലേക്ക് നോക്കുന്നുണ്ടെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഇഫ് വൺ പേഴ്സൺ, ഒരു മനുഷ്യൻ, ഈസ് ഗൈഡഡ് ത്രൂ യു, ഈസ് ഗൈഡഡ് ത്രൂ യു എന്തല്ല, ഫോഴ്സ് അല്ല, ഗൈഡ് ചെയ്യപ്പെടുകയാണെങ്കിൽ, ഇറ്റ് ഈസ് ബെറ്റർ ദാൻ റെഡ് ക്യാമൽസ്, ചുവന്ന ഒട്ടകങ്ങളെക്കാൾ. എന്തുകൊണ്ട് ചുവന്ന ഒട്ടകങ്ങൾ? അന്നത്തെ ലക്ഷറി ആയിട്ടുള്ള വാഹനങ്ങൾ, അല്ലെങ്കിൽ അവരെ അട്രാക്ട് ചെയ്യുന്ന അവരുടെ വാഹനങ്ങൾ അല്ലേ. നമ്മൾ പറയാറുണ്ട് മരുഭൂമിയിലെ കപ്പലാണ് ഒട്ടകം എന്നുള്ളത്. അപ്പൊ ഇപ്പോഴത്തെ BMW, Audi കാറുകളൊക്കെ ഉണ്ടല്ലോ, അത്ര വില കൂടിയ ആഡംബര കാറുകളെക്കാൾ, അല്ലെങ്കിൽ ആഡംബര ജീവിതത്തെക്കാൾ നമുക്ക് മെച്ചപ്പെട്ടത് എന്താണ്? നമ്മളിലൂടെ ഒരാൾ ഇസ്ലാമിലേക്ക് വരുന്നതാണ്. ഫോഴ്സ്ഡ് അല്ല, ഗൈഡ് ചെയ്യപ്പെടുന്നതാണ്. ഈ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഇത് കൃത്യമായിട്ട് ഇറ്റ് വാൺ അഗെയിൻസ്റ്റ് ഫാൾസ് ഓർ ഇൻസിൻസിയർ കൺവേർഷൻ. ഇവിടെ പറയുന്നത് ഒരു തരത്തിലുള്ള ഫോഴ്സ്ഡ് കൺവേർഷനും അല്ല, കൃത്യമായിട്ട് അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്.
ആ ഒരു ഫത്വയെ തന്നെ കാണാൻ സാധിക്കും. ദ കൺവേർഷൻ ഷുഡ് നോട്ട് ബി ഫോർ മാരേജ് കൺവീനിയൻസ്. വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കൺവേർഷൻ ആകാൻ പാടില്ല. ഇസ്ലാം മതം സ്വീകരിക്കുക എന്നുള്ളത് പൂർണ്ണമായിട്ട് ബോധ്യപ്പെട്ട് സ്വീകരിച്ചിരിക്കണം. അല്ലാതെ ഒരു മാരേജിന് വേണ്ടിയിട്ടുള്ള, ഒരു മാരേജിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള, ഒരാളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കൺവേർഷൻ ആകാൻ പാടില്ല. അയാള് ഫ്രീ ആയിട്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ട് അയാൾ സ്വീകരിക്കണമെന്ന് കൃത്യമായിട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. ദി കൺവേർഷൻ ഷുഡ് നോട്ട് ബി ഫോർ മാരേജ് കൺവീനിയൻസ്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് മെൻഷൻസ് എക്സ്പ്ലെയിൻ ആൻഡ് മോട്ടിവേറ്റ്. ഇവിടെ എക്സ്പ്ലനേഷനെ കുറിച്ചിട്ടും മോട്ടിവേഷനെ കുറിച്ച് പറയുന്നത്. ഒരു സ്ഥലത്ത് പോലും കമ്പനിയെ കുറിച്ച് പറയും നിർബന്ധിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറയുന്നില്ല. ഒരു സ്ഥലത്ത് പോലും പറയുന്നില്ല ഫത്വയില്. ദി പേഴ്സൺ ഷുഡ് ബി എക്സ്പ്ലെയിൻഡ് വാട്ട് ഇസ്ലാം ഈസ് ആൻഡ് ബി മോട്ടിവേറ്റഡ് ടു പ്രാക്ടീസ് ഇസ്ലാം പെർമനന്റ്ലി. കൃത്യമായിട്ട് ആ ഫത്വയിൽ കൊടുത്തിട്ടുണ്ട്. അവൾ ഒരു സ്ഥലത്ത് പോലും കമ്പൽ ചെയ്യാൻ വേണ്ടിയിട്ടോ പ്രഷർ ചെയ്യാൻ വേണ്ടിയിട്ടോ ഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടോ പറയുന്നില്ല. അപ്പൊ അവൻ കൊണ്ടുവന്നത് എന്തിനാ? അവൻ കൊണ്ടുവന്നത് ഇസ്ലാമിന് നിർബന്ധിത മതപരിവർത്തനം ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. നിർബന്ധിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് കൊണ്ടുവരുമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അവൻ പറയുന്നത് islamqa.org ഫത്വ വെബ്സൈറ്റ്, ഹനഫികളുടെ വെബ്സൈറ്റ്. എന്താണ് islamqa.org എന്ന് പോലും അറിയില്ല. ഇനി ഞാൻ നിങ്ങൾക്ക് ഇതേ വെബ്സൈറ്റിന്റെ അകത്ത് തന്നെ islamqa.org അകത്ത് തന്നെ മറ്റൊരു ഫത്വ കാണിച്ചു തരാം. അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, ഇവന്റെ പോലെ വളച്ച് തിരിച്ചു പരിപാടിയൊന്നുമില്ല, ഡയറക്റ്റ് ക്വസ്റ്റ്യനാ. നമുക്ക് നോക്കാം. ഷുഡ് നോൺ മുസ്ലിം ബി ഫോഴ്സ്ഡ് ടു കൺവേർട്ട്? ഒരു ഇസ്ലാം മത വിശ്വാസി അല്ലാത്ത ഒരാളെ നിർബന്ധിക്കണമോ, ഫോഴ്സ് ചെയ്യണോ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്? ഓർ കിൽഡ്, അല്ലെങ്കിൽ കൊല്ലണോ? ഇതല്ലേ ഇവരുടെ സ്ഥിരം പരിപാടി അല്ലെ? ഒന്നെങ്കിൽ കൊല്ലും, അല്ലെങ്കിൽ മതം മാറണം. ഈ ഒരു സാധനം ഇസ്ലാമിൽ ഉണ്ട് എന്നല്ലേ പറഞ്ഞു നടക്കുന്നത്. ഇവിടെ കൃത്യമായിട്ട് ചോദ്യം നമുക്ക് മൊത്തം വായിക്കാട്ടോ. ഈ ചോദ്യം എന്ന് പറയുന്നത്, ഈ വ്യക്തി ഒരു www.chowk.com എന്നുള്ള ഒരു വെബ്സൈറ്റിലെ എന്തോ ഒരു അംഗമാണ്. അപ്പൊ അതിൻ്റെ അകത്ത് ഇന്ത്യക്കാരും പാകിസ്ഥാൻകാരൊക്കെ ഉണ്ട്. അതിൽ ചില ആളുകൾ വന്ന് പറയാണ് ഇന്ത്യക്കാർ മുഴുവൻ ഹിന്ദുസാണ്, അവർ കൊല്ലപ്പെടണം, അല്ലെങ്കിൽ അവർ ഇസ്ലാമിലേക്ക്, അവരെ നിർബന്ധിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവരണം എന്ന് ചില ആളുകൾ പറയാണ്. ആ വെബ്സൈറ്റിന്റെ അകത്ത് ചില ആളുകൾ പറയാണ്. അപ്പൊ ഇവര് ചോദിക്കുകയാണ്, അങ്ങനെ ഒരു സംഭവം ഇസ്ലാമിൽ ഉണ്ടോ എന്ന് ചോദിക്കുക. അതിന് ആൻസർ കേൾക്കാം. ഫത്വ 376 = 377/B. ദ സെയിങ് ഓഫ് സം മെമ്പേഴ്സ് ഈസ് നോൺസെൻസ്. അങ്ങനെ പറയുന്നവരുണ്ടല്ലോ അല്ലെ, നിർബന്ധിച്ച് മതം മാറ്റണം അല്ലെങ്കിൽ കുന്നുകളൻ പറയുന്നുണ്ടല്ലോ, നോൺസെൻസ് ആണ്. ഇസ്ലാം നെയ്തർ അലൗസ് ടു കൺവേർട്ട് നോൺ മുസ്ലിംസ് ഫോഴ്സ്ഫുള്ളി. അമുസ്ലിങ്ങളെ നിർബന്ധിച്ച് മതം മാറ്റുന്നതിലേക്ക്, നിർബന്ധിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്നത് ഇസ്ലാം അംഗീകരിക്കുന്നില്ല. നോ ടു കിൽ ദം, അവരെ കൊല്ലുന്നതും ഇസ്ലാം അനുവദിക്കുന്നില്ല. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ആൻസർ. ദി ഖുർആൻ സേസ് ലെറ്റ് ദർ ബി നോ കമ്പൽഷൻ ഇൻ റിലീജിയൻ. റിലീജിയന്റെ അകത്ത്, ദീനിലേക്ക് നിർബന്ധിച്ചുകൊണ്ട് ഒരാളെയും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ട്രൂത്ത് സ്റ്റാൻഡ്സ് ഔട്ട് ക്ലിയർ ഫ്രം എറർ. സത്യം അസത്യത്തിൽ നിന്ന് വ്യക്തമായി തെളിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പൊ മനസ്സിലാക്കി പഠിച്ച് ഇസ്ലാമിലേക്ക് വന്നാൽ മതി എന്ന് പറയണം അല്ലാഹു. അല്ലാതെ നിർബന്ധിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് കൊണ്ടുവരേണ്ട യാതൊരു ആവശ്യമില്ല. അക്കോർഡിംഗ് ടു ഇസ്ലാം, വൺ ഈസ് ഫ്രീ ടു ചൂസ് ഇസ്ലാം ഓർ ടു റിമെയിൻ ഓൺ ഹിസ് റിലീജിയൻ. ഏറ്റവും അവസാനം പറയാണ്, ഇസ്ലാം അടിസ്ഥാനത്തിൽ ഒരാള് ഇസ്ലാം മതം സ്വീകരിക്കുന്നതും അതേപോലെ തന്നെ അയാൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അയാൾക്ക് അയാളുടെ മതത്തിൽ നിലകൊള്ളാനും അവകാശമുണ്ട്. ഫ്രീ ടു ചൂസ് ഇസ്ലാം, ഒരാൾക്ക് ഫ്രീ ആയിട്ട് ഇസ്ലാം ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ അയാൾക്ക് അയാളുടെ മതത്തിൽ തന്നെ നിലകൊള്ളാം. അത് ഇസ്ലാം അനുവദിക്കുന്നുണ്ട് എന്ന് കൃത്യമായിട്ട് പറയാം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ആൻസർ. ഒരു വളച്ചൊടിക്കലുമില്ല, ആരിഫിനെ പോലെ 2 വരി വായിക്കലുമില്ല, ഫുള്ള് വായിച്ചിട്ടുണ്ട്. എനിക്ക് ഏറ്റവും അവസാനമായിട്ട് പറയാനുള്ളത് എൻ്റെ ഈ വീഡിയോ കാണുന്ന മുസ്ലിങ്ങളെ ആക്കലോടാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ എങ്ങനെയാണ് കേരളത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മുസ്ലിങ്ങളുണ്ട്, ക്രൈസ്തവരുണ്ട്, ഹൈന്ദവരുണ്ട്. പരസ്പരം ഭക്ഷണം ഷെയർ ചെയ്തുകൊണ്ടും ഒരുമിച്ച് പഠിച്ചും ഒരുമിച്ച് കളിച്ചൊക്കെ നമ്മൾ വളർന്നിട്ടുള്ളത്. അങ്ങനെയല്ല ഇപ്പോൾ നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വലിയൊരു സൗഹാർദ്ദം ലോകത്തിൽ എവിടെയും കാണാത്ത രീതിയിൽ കേരളത്തിലുണ്ട്. ആ ഒരു സൗഹാർദ്ദം തകർക്കാൻ വേണ്ടിയിട്ട് ചില ആളുകൾ വലിയ രീതിയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ചില സാമ്പത്തിക ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ളതാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള മുസ്ലിങ്ങളെ മേലെ നട്ടാൽ ഉണക്കാത്ത നുണകള്, കള്ളപ്രചാരണങ്ങള്, പല ആരോപണങ്ങളായിട്ട് വരുന്നത്. ലവ് ജിഹാദ് പോലെയുള്ള, തുപ്പൽ ജിഹാദ് പോലെയുള്ള ഒരു തരത്തിലും ബുദ്ധിക്ക് യോജിക്കാത്ത ആരോപണങ്ങൾ. ഇത്തരം ആരോപണങ്ങൾ സ്ഥിരമായിട്ട് ഒരു അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ കേട്ടിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ ഒരു അമുസ്ലിം പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു നടക്കുന്നവനാണ്, എന്നിട്ട് അവരെ നാളെ അവൾ നിർബന്ധിച്ച് മതം മാറ്റും, എന്തൊക്കെ ഇങ്ങനെ നിരന്തരം കേൾക്കുന്ന സമയത്ത് എത്രത്തോളം നമ്മൾ ഒരു സൗഹാർദ്ദത്തിൽ ജീവിച്ചാലും, നമ്മൾ എത്രത്തോളം ഒരുമിച്ച് ജീവിച്ചാലും ഒരു പേടി വരുമെന്നുള്ളത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യമാണത്. ആ പേടിയാണ് അവർക്ക് ആവശ്യം.
പേടി വന്നാൽ സ്വാഭാവികമായിട്ടും അവർ ലക്ഷ്യം വെക്കുന്ന ഒരു വർഗീയ കലാപം അത് ഉടനെ ഉണ്ടാവും. അവരെ സംബന്ധിച്ചിടത്തോളം ഭിന്നിപ്പിക്കുക, ആ പേടി നിലനിർത്തുക, എന്നിട്ട് ഭിന്നിപ്പിച്ച് ഭരിക്കുന്നത് അവർ ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വർഗീയത പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, വിഷം തുപ്പിക്കൊണ്ടിരിക്കുന്ന ആളുകളെ നിങ്ങൾ സൂക്ഷിക്കുക. എന്തായാലും നമുക്ക് വീണ്ടും ഇതേപോലെ തന്നെ ഇത്തരത്തിലുള്ള വർഗീയതയ്ക്ക് കുട പിടിച്ചു കൊടുക്കുന്ന ആളുകളുടെ, ഇത്തരത്തിലുള്ള വർഗീയ പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബൈ.